ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മിൽക്കി പൂരിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1 കപ്പ് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഫുൾ ഗോതമ്പാണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നത് നമ്മൾ പൂരി അധികം എണ്ണ കുടിക്കാതെ ഇരിക്കാനും നല്ലൊരു ക്രിസ്പി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗോതമ്പ് പൊടി അതുപോലെ തന്നെ മൈദ റവ എല്ലാം ഒന്നിച്ച് മിക്സായി വരുന്നവരെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. കുട്ടികൾക്കൊക്കെ ആവുന്ന സമയത്ത് ബട്ടർ ഇഷ്ടപ്പെടുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ബട്ടർ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഓയിൽ എടുത്താലും മതി കേട്ടോ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആണെങ്കിലും മതി, കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുട്ടികൾക്കായിട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. എന്നാലും കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല. പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു മിൽക്കി പൂരി ആവുന്നതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് മധുരം അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. വെള്ളത്തിന് പകരം നമ്മൾ ഇതിന് പാലാണ് ചേർക്കുന്നത്. മിൽക്കി പൂരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്കൊരു 1 കപ്പ് പാൽ ആദ്യം എടുത്ത് വെക്കുക. ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് കുഴച്ചെടുക്കുക. ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് പാല് മതിയാവും. പിന്നെ ചിലപ്പോൾ നമ്മൾ കുഴച്ച് വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ച് ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു 1 മിനിറ്റ് നന്നായിട്ട് തന്നെ കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൂരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടറോട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊരു 15 to 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൂരി പരത്തിയെടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ പരത്തിയിട്ടാണ് പൂരി ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി പരത്താൻ താല്പര്യമില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പ്രസ്സിൽ ചെറിയ ചെറിയ ബോളാക്കി ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ കിഡ്സ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് പരത്തി ഷേപ്പൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സാധാരണ പൂരി ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പൂരി ആദ്യം അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ എളുപ്പത്തിന് വേണ്ടി ആദ്യം ഒരു ഇത്തിരി ഓയിൽ അങ്ങ് തടവി കൊടുത്തതിന് ശേഷം അങ്ങ് പരത്തിയെടുത്താൽ മതി. ഇത് നമ്മൾ ഓയിലിട്ട് പരത്തുന്നതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ പൂരി കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും അല്ല, ചിലവർക്കും ഒക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് നല്ല പൂരി നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഒരു ഗോതമ്പ് പത്തിരി ചെയ്ത സമയത്ത് ചെയ്തതുപോലെ തന്നെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പരത്തുന്ന സമയത്ത് കുറച്ചുകൂടി വലുതാക്കി പരത്തിയിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ നല്ല പൂരിയായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ പൂരിക്ക് വേണ്ടി പരത്തുന്നത് എപ്പോഴും ഒരുപാട് നൈസാക്കി പരത്തേണ്ട ആവശ്യമില്ല. ചെറിയൊരു കനം വേണം, എന്നാലാണ് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു പൂരിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു കനം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ കിഡ്സ് സ്പെഷ്യലായിട്ട് പൂരി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ട് വലിയൊരു ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പോ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങ് പരത്തിയെടുക്കുക. പക്ഷേ ഈ സമയത്ത് ഒരുപാട് പൊടി കൂടി പോകരുത്. കാരണം ഇതിൽ പൊടി ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിൽ പെട്ടെന്ന് തന്നെ കറുത്ത കളറായി പോകും, പൊടി കൂടുതൽ ചാടിയിട്ട്. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ എളുപ്പത്തിന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തി കറക്റ്റ് ഒരു വലിയ ഷേപ്പാക്കി എടുക്കുക, റൗണ്ട് ഷേപ്പ്. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലൊരു കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയ പൂരി, കുട്ടികൾക്കാവുന്ന സമയത്ത് എപ്പോഴും ചെറുതായിരിക്കും ഇഷ്ടം, ചെറിയ പൂരി. അതുപോലെ ഇതുപോലുള്ള കുക്കീസ് കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ടുള്ള പൂരിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ കുപ്പിയുടെ അടപ്പുള്ളതെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൂരിയൊക്കെ അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ റൗണ്ട് അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ പൂരി ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത് പരത്തിയെടുക്കുക. അപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു 3-4 ഒന്നിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ സാധാരണ പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു ഭാഗം ആവുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും റെഡിയാക്കി ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ പൂരിയും.
പൂരിയൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും കറക്റ്റ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പൂരി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കട്ടിയോടുകൂടെ കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടിയത്. ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി പരത്തി വെച്ചിട്ടുള്ള എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വലിയ പൂരി ഉണ്ടല്ലോ, അതാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പൊങ്ങി വരാൻ വേണ്ടി ജസ്റ്റ് അങ്ങ് നടുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. രണ്ട് ഭാഗവും ഫ്രൈ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ പൂരി ഞാനിവിടെ കാട മുട്ടക്കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ശരിക്കും എപ്പോഴും കുട്ടികൾക്കൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്